വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു പരീക്ഷണമാണ്. എന്താണെന്നല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലൊരു കാൻഡിൽ ഉണ്ടാവും അല്ലേ. അപ്പം അത് വെച്ചിട്ട് ഡൈ എഗ് കാൻഡിൽ ആക്കാൻ പോവുകയാണ്. സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാൻഡിൽ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടാം. അപ്പം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. The candle was cut first. ഇനി ഈ മുറിച്ചിട്ട മെഴുകുതിരി നമുക്ക് ഇതിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാവേ. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പം അതൊന്ന് ഉരുകി വരട്ടെ. വാക്സ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കളർ മെൽട്ടാവുന്നത് വരേക്കും നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാവേ. ഈ കളർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ആ വാക്സ് കയ്യിലാവാതെ സൂക്ഷിക്കാൻ മറക്കരുത്. അങ്ങനെ കളറിതെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇത് ആ ഷെല്ലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് ചെറുതായി തെറിച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിക്കാട്ടെ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി അതൊന്ന് സെറ്റാവട്ടെ. അത് സെറ്റാവുന്നത് വരേക്കും നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കാൻഡിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 2 മെഴുകുതിരിയാണ് എടുത്തത്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ രണ്ടും സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു ഷെല്ല് അടർത്തിയെടുക്കാവേ. ഞാൻ റെഡ് കളറാണ് ആഡ് ചെയ്തത്, പക്ഷേ ഇതിപ്പോൾ യെലോവും ഓറഞ്ചും ആണ് കേട്ടോ ഇതിൻ്റെ കളർ ശരിക്കും. അങ്ങനെ മുട്ടത്തോടൊക്കെ അടർത്തിയെടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മുടെ കാൻഡിലൊക്കെ കത്തിച്ചു. ഇനി ഇത് ഇരുട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് ഇതിൻ്റെ ഭംഗി നോക്കിയാൽ ഇതാണ് ഫൈനൽ ലുക്ക്. വന്നിട്ട് അടിപൊളിയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിട്ടുണ്ട്.